ഈ സമീപകാലത്ത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജ് കൊലക്കേസ്. ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. ഒന്നാം പ്രതിയും ഷാരോൺ രാജിന്റെ സുഹൃത്തുമായിരുന്ന ഗ്രീഷ്മയ്ക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചതാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം പകരുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഏറെ നിർണായകമായത് ഡിജിറ്റൽ തെളിവുകളായിരുന്നു. അതായത് ഈ ഷാരോൺ രാജിനെ ഈ സ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകുന്നു, തുടർന്ന് ക്ഷമാപണം നടത്തുന്നു. ഇതൊക്കെ ഫോൺ മുഖാന്തരമായിരുന്നു. ഈ കേസിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കുമ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളതും ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയല്ലേ ഡാൻ? വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്താണ് ഗ്രീഷ്മ ഷാരോൺ രാജിനെ, തന്റെ കാമുകനായ ഷാരോൺ രാജിനെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ, നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് 2022 ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് ഈ കളനാശിനി അടങ്ങിയ കാപ്പിക് എന്ന കളനാശിനി അടങ്ങിയ കഷായം അത് ഷാരോൺ രാജിന് കുടിക്കാൻ നൽകുകയായിരുന്നു. അത് നൽകുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഇതിൻ്റെ പ്രവർത്തന രീതി, ഒരാൾ ഈ വിഷം കഴിച്ചാൽ അത് ഏത് തരത്തിലായിരിക്കും ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുക എന്ന്, രാസപ്രവർത്തനം നടക്കുക എന്ന് കൃത്യമായി വിക്കിപീഡിയ നോക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്, ഗ്രീഷ്മ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഷാരോൺ രാജ് അവരുടെ സുഹൃത്തായ റെജിനൊപ്പമാണ് അന്നേ ദിവസം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെയും തിരികെ അവിടെ പോകുന്നതിൻ്റെയും, ഇരുചക്ര വാഹനത്തിൽ അവർ ഒരുമിച്ച് സഞ്ചരിക്കുകയും തിരികെ പോവുകയുമൊക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഡിജിറ്റൽ തെളിവുകളായി തന്നെ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ, അതായത് ഈ ആദ്യം ഈ കഷായം കുടിക്കുന്നതിന് പിന്നാലെ വയറിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുവെന്ന് ഷാരോൺ രാജ് ഛർദ്ദിക്കുന്നു. അങ്ങനെ ഛർദ്ദിക്കുന്ന സമയത്ത് ഗ്രീഷ്മയെ ഫോണിൽ ബന്ധപ്പെടുന്നു. അങ്ങനെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഗ്രീഷ്മ ക്ഷമാപണം നടത്തുന്ന ശബ്ദ സന്ദേശം, അതോടൊപ്പം ജ്യൂസ്, കഷായം കുടിച്ചതിന് പിന്നാലെ നൽകിയ ജ്യൂസിലാണ് പ്രശ്നം എന്ന് പറയുന്ന ശബ്ദ സന്ദേശം, അതോടൊപ്പം ഇതിനൊരു മരുന്നുണ്ട് എന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇന്ന മരുന്ന് മേടിക്കാൻ പറയുന്ന ശബ്ദ സന്ദേശം, ഇതെല്ലാം അന്വേഷണം അല്ലെങ്കിൽ ഈ സംഭവം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇത് മുഴുവൻ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ്, ഈ ശബ്ദ സന്ദേശങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് വലിയ തരത്തിൽ ബലം പകരുന്ന തരത്തിലുള്ള തെളിവുകളായി ഇത് കോടതിയിൽ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വരുന്ന തിങ്കളാഴ്ച അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി ജോൺസണും തീർച്ചയായും ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും കൂട്ടുപ്രതികളാണ്. ആദ്യഘട്ടത്തിൽ, വിചാരണയുടെ ആദ്യഘട്ടത്തിൽ സാക്ഷികളുടെ വിസ്താരമായിരിക്കുമല്ലോ നടക്കുക. മറ്റ് നടപടിക്രമങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിലെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഡാൻ? മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രീഷ്മയ്ക്കൊപ്പം ഈ സംഭവത്തിൽ, ഈ കേസിൽ കൂട്ടുപ്രതികളായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മലകുമാരൻ, അവരും ഈ കേസിലെ കൂട്ടുപ്രതികളാണ്. സ്വാഭാവികമായി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കോടതിയിൽ വിശദമായി തന്നെ ഏത് തരത്തിലായിരിക്കും അവരുമായി ബന്ധപ്പെട്ട തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി അടുത്ത തിങ്കളാഴ്ച നേരിട്ട് ഹാജരായി തെളിവുകൾ കൈമാറും. അങ്ങനെ കൈമാറുമ്പോൾ ഈ കൂട്ടുപ്രതികൾക്ക് ഈ സംഭവത്തിലുള്ള ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമെന്നാണ് സൂചന. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഷാരോൺ രാജ് വധക്കേസിൽ കോടതിയിൽ വിചാരണ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു.